ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്ത ലഷ്കർ ആസ്ഥാനങ്ങൾ വീണ്ടും നിർമ്മിക്കുമെന്ന വെല്ലുവിളിയുമായി ലഷ്കർ ഭീകരൻ സൈഫുള്ള കസൂരി. ഭീകര സംഘടനയ്ക്ക് പാകിസ്ഥാൻ സർക്കാർ ഫണ്ട് നൽകുന്നുണ്ട് എന്നുമാണ് പ്രഖ്യാപനം. പാകിസ്ഥാൻ സേനയും സഹായിക്കുന്നുണ്ട് എന്നും കസൂരി പറഞ്ഞു. आज हम बहावलपुर के सैलाबज़दा भाइयों की मौजूदगी में ये ऐलान करते हैं, नरेंद्र मोदी खूब कान खोल के सुन ले और अपने जालिम समाज को भी सुना दे कि वो वक्त अनकरीब आने वाला है. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, എത്രയായാലും നന്നാവാത്ത ഒരു രാജ്യത്തു നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇത് നേരത്തെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്നും വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. ദിവിഷ്, നമ്മൾ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇക്കാര്യം കണ്ടെത്തിയിരുന്നു. ബഹവൽപൂരിലെയും മുരിക്കയിലെയും ആസ്ഥാനങ്ങളാണ് ലഷ്കർ വീണ്ടും പുനർനിർമ്മിക്കുന്നത്. അതിന് പാകിസ്ഥാന്റെ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും എല്ലാം സഹായം ലഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും നേരത്തെ നമുക്ക് മുൻപാകെ വന്നിരിക്കുകയാണ്. ആ കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് കസൂരി ചെയ്യുന്നത്. പ്രഖ്യാപനമൊക്കെ വലിയ രീതിയിൽ നടത്തുന്നു. പാകിസ്ഥാന്റെ ആ ഒരു ഭീകരവാദത്തോടുള്ള അവരുടെ സമീപനം തുറന്നു കാട്ടുക കൂടിയാണ് ഇപ്പോൾ കസൂരി ഇതിലൂടെ ചെയ്യുന്നത്. അതായത് ഇന്ത്യ കാലാകാലങ്ങളെ നടത്തി വന്ന എല്ലാ കാര്യങ്ങളും, അതായത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്ഷരം തെറ്റാതെ കൃത്യമാണെന്ന് അയാൾ കസൂരി പറഞ്ഞു വെക്കുന്നുമുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രിയെ ഒരു ഭീഷണി സ്വരത്തിൽ കൂടി പ്രധാനമന്ത്രിയോട് സംസാരിക്കുക കൂടിയാണ് ഇപ്പോൾ കസൂരി ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ അത് അവസാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇന്നും അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ള കാര്യം കൂടെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ ഒരു ഘട്ടത്തിലും പറയാനുള്ളത്.